പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഇത്തവണത്തെ മൻ കി ബാത്തിൽ പറഞ്ഞിരിക്കുന്നത് AI ഉച്ചകോടിയെക്കുറിച്ച് ഉറപ്പായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാകുംഭമേള മുതൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്ന മഹാമാഘ മഹോത്സവത്തെക്കുറിച്ച് വരെ പറഞ്ഞിരിക്കുന്നു. കൂടാതെ ആലിൻ ഷെറിന് ആദരവ് നൽകിയിട്ടുണ്ട്. 10 മാസം പ്രായമുള്ള 4 പേർക്ക് പുതുജീവൻ നൽകി കടന്നുപോയ ആ കുഞ്ഞിനുള്ള ആദരവ് കൂടി അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ എന്നത്തെയും മൻ കി ബാത്തിൽ ഓർക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്, നമ്മൾ ഓർമ്മിക്കപ്പെടേണ്ടതുണ്ട്, നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തായിരിക്കാം ഇത്തവണത്തെ ഒരു ഇതിനെക്കുറിച്ച് അങ്ങേക്ക് ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ തോന്നുന്നത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സമ്മിറ്റ്, ഇന്ത്യയിൽ നടന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സമ്മിറ്റ് ഒരു വളരെ പ്രധാന സംഭവമാണ്. പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് പറഞ്ഞു. അതിനെക്കുറിച്ച് എന്തുകൊണ്ടും പറയാൻ അദ്ദേഹത്തിന് യോഗ്യതയുണ്ട്. കാരണം വളരെ സക്സസ് ആയിരുന്നു, വളരെ വിജയമായിരുന്നു. യൂറോപ്പിൽ നിന്ന് 25 രാഷ്ട്രങ്ങളാണ് അതിൽ പങ്കെടുത്ത, രാഷ്ട്ര തലവന്മാർ ഉൾപ്പെടെ. അതുമാത്രമല്ല, ബ്രസീലിയൻ പ്രസിഡൻറ്റ് ലുല മാർക്സിസ്റ്റുകാരനാണ്. അദ്ദേഹം ഇവിടെ വന്നു. ശനിയാഴ്ച അദ്ദേഹം $30 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ ട്രേഡ് ഡീൽ ഒപ്പിട്ടു. അത് കൂടാതെ ഒരു ഓൾട്ട്മാൻ എന്ന് പറഞ്ഞ ഒരു വലിയ സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഉടമസ്ഥൻ അവർ പറഞ്ഞത്, ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിക്കുകയല്ല ചെയ്യുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പുതിയ മാനങ്ങളും പുതിയ അർത്ഥങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. വി ആർ സോ കോൺഫിഡൻറ്റ്, വി ആർ പ്രൗഡ് ടു ബി അസോസിയേറ്റഡ് വിത്ത് ദിസ് കൺട്രി എന്നാണ് പറഞ്ഞത്. അതേപോലെ സുന്ദർ പിച്ചൈ $15 ബില്യൺ ഒരു കമ്പനി, ഗൂഗിളിൻ്റെ CEO ആണ്. $15 ബില്യൺ അവർ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത് അവർ ഫ്രഞ്ച് പ്രസിഡൻറ്റ് വരെ വന്നിരുന്നു. ഇത് എന്തുകൊണ്ടും ഒരു വളരെയധികം സക്സസ് ആയ ഒരു ഉച്ചകോടിയായിരുന്നു അത്. അടുത്ത ഉച്ചകോടി സ്വിറ്റ്സർലൻഡിൽ വെച്ചിട്ടാണ് നടക്കണമെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. അപ്പോൾ ഈ മൻ കി ബാത്ത്, ഇത് പലർക്കും ഈ മൻ കി ബാത്ത് ഒരു തമാശയായിട്ടാണ് ആദ്യകാലത്തൊക്കെ തോന്നിയിരുന്നത്. പ്രധാനമന്ത്രി സ്വന്തം ജനങ്ങളോട് റേഡിയോ ഉപയോഗിച്ച് സംസാരിക്കണം. അപ്പോൾ ഇത് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഉപഗ്രഹ ടെലിവിഷൻ ചാനലുകൾ, 24x7 ടെലിവിഷൻ ന്യൂസ് ചാനലുകൾ, ഇൻ്റർനെറ്റ്, ഇതെല്ലാം ഉള്ളപ്പോഴാണ് അദ്ദേഹം റേഡിയോ വഴി ഈ പ്രതിമാസ പരിപാടി മൻ കി ബാത്ത്, മനസ്സിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പറയണത്. ഇന്ന് റേഡിയോ വളരെ, ആകാശവാണിയും പ്രത്യേകിച്ച് ആകാശവാണിയുടെ റീജിയണൽ കേന്ദ്രാസം ഈ മൻ കി ബാത്തിന് വളരെ പ്രാമുഖ്യം നൽകി പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് ജനങ്ങളത് അറിയാനായിട്ട് വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഇതിന് നിശിതമായി വിമർശിച്ചിരുന്നവർ വരെ ആ പ്രോഗ്രാംസിൻ്റെ സ്ഥിരം ശ്രോതാക്കളായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കോവിഡ് കഴിഞ്ഞ ഉടനെ തന്നെ, കോവിഡിൻ്റെ എമർജൻസി പീരീഡ് കഴിഞ്ഞ ഉടനെ തന്നെ പ്രധാനമന്ത്രി കോവിഡ് സർവൈവ് ചെയ്ത പലരുമായിട്ടും സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു പൈലറ്റുണ്ട്. അദ്ദേഹം ഈ മരുന്നുകൾ മുഴുവനും ഇന്ത്യക്ക് അകത്തും വിദേശത്തേക്കുമൊക്കെ കോവിഡ് വാക്സിൻസ് എത്തിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അദ്ദേഹം പൈലറ്റുമായിട്ട് ഇൻ്റർവ്യൂ നടത്തി. അത് കഴിഞ്ഞാൽ പൈലറ്റിൻ്റെ മകളുമായിട്ട് ഇൻ്റർവ്യൂ നടത്തി. കൊച്ചുകുട്ടി, ഇപ്പോൾ 10 വയസ്സുണ്ടാവും. അപ്പോൾ അച്ഛനെ മിസ് ചെയ്തിരുന്നോ, എന്താണ് ചെയ്തിരുന്നതൊക്കെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. എത്രയോ കാര്യങ്ങൾ കേരളത്തിൽ, ഇപ്പോൾ അലിൻ്റെ കാര്യം പറഞ്ഞു, വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. വളരെ ഇമോഷണലായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് തന്നെ. ഇതിനു മുമ്പ് വയനാട്ടിൽ എവിടെ നിന്നൊക്കെ ഒരു സംഘടനയുണ്ട്, അട്ടപ്പാടിയിൽ ഒരു കൊട ഉണ്ടാക്കി വിൽക്കണ ഒരു സഹകരണ സംഘമുണ്ട്, വനിതകളുടെ, ട്രൈബൽ വിമൻസിൻ്റെ. ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അറിയണത്, അയ്യോ ഇങ്ങനൊരു സംഭവം ഉണ്ടോ കേരളത്തിൽ നിന്ന് അറിയണത് തന്നെ. വേറെ ഒന്നുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ കർണാടകയിൽ നേറ്റീവ് ബ്രീഡ് ഉണ്ട് നായ്ക്കുട്ടികൾ, മുത്തോൾ എന്ന് പറഞ്ഞിട്ട്. അതിനെ ആരും ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. ഈ മുത്തോൾ നായ്ക്കുട്ടികളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതോടുകൂടി it made a big impact, big change. ഇന്ത്യൻ ആർമി
ഇന്ത്യയിലെ മറ്റ് സുരക്ഷാ ഏജൻസികളൊക്കെ ഈ മുത്തോൾ നായ്ക്കുട്ടികളെ അന്വേഷിച്ച് കർണാടകത്തിൽ ചെല്ലുകയും അവിടെ നിന്ന് കുറേ നായ്ക്കുട്ടികളെ മേടിച്ചുകൊണ്ട് അവരുടെ ട്രെയിനിങ്ങിന് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ അവരൊക്കെ ആ നായ്ക്കുട്ടികളൊക്കെ ഇന്ത്യൻ ആർമിയുടെയും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെയും വിവിധ പോലീസ് ഫോഴ്സുകളുടെയും പ്രധാന അന്വേഷണ എന്താ പറയുക ഏജൻറ്റുമാരായിട്ടാണ് മാറിയിരിക്കുന്നത് പരിശീലനം കൊടുത്തു കഴിഞ്ഞപ്പോൾ. അപ്പം നമ്മുടെ ആൾക്കാർ എന്താ ചെയ്യണം, സ്റ്റേറ്റസ് സിമ്പിൾ എന്നുള്ള രീതിയിൽ ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള നായ്ക്കുട്ടികളെയൊക്കെ വിളിച്ച് വീട്ടിലെ എയർ കണ്ടീഷൻ്റെ റൂമിനകത്ത് കിടത്തി ഓർക്കും. നായ്ക്കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വളർത്തണം, അതിന് നമ്മുടെ വീടിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് വളർത്തുന്നത്. തമിഴ്നാട്ടിലൊക്കെ 3-4 ബ്രീഡുണ്ട്, നേറ്റീവ് ബ്രീഡ് കേട്ടിട്ടുണ്ടോ? കൊമ്പൈ, അതുപോലെ രാജപ്പാളയം, ദെൻ ചിപ്പിപ്പാറ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ ഈ അവരുടെ പ്രത്യേകത, അവർക്ക് പ്രത്യേക ഭക്ഷണമോ അല്ലെങ്കിൽ പ്രത്യേക താമസ സൗകര്യമൊന്നും വേണ്ട. നമ്മൾ അതുങ്ങളെ വളരെ ക്ലീനായിട്ട് നീറ്റായിട്ട് ഹൈജീനിക്കായിട്ട് വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ അതിനെ പിടിച്ച് നമ്മുടെ കിടക്കയിൽ കിടത്താം. അത്രമാത്രം വളരെ ഡിസിപ്ലിൻഡാണത്. അത് ഇവിടുത്തെ ആൾക്കാർ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല. അവർക്കൊക്കെ ജർമ്മൻ ഷെപ്പേർഡും പിന്നെ ലാബ്രഡോർ ഇങ്ങനെയൊക്കെയുള്ള ഇംഗ്ലീഷ് ഇറക്കുമതി ചെയ്ത ആൾക്കാരാണ് നായ്ക്കുട്ടികളോടാണ് പലർക്കും ആഭിമുഖ്യം. കെന്നൽ ക്ലബ് ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ ഉണ്ട്, ഒരു സ്റ്റേറ്റസ് സിമ്പിളാണ്. അപ്പം ഞാൻ അറിയുന്ന ഒരു വലിയ മാർക്സിസ്റ്റ് നേതാവുണ്ട്, അദ്ദേഹം ഒരു പത്രശൃംഖലയുടെ ഉടമസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ വീട്ടിൽ ഈ ജർമ്മനിയിൽ നിന്നോ അമേരിക്കയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന നായ്ക്കുട്ടികളുണ്ട്. അതൊക്കെ വീട്ടിനുള്ളിലെ ബെഡ്റൂമിൽ എയർ കണ്ടീഷൻ ഇതിനകത്ത് കിടക്കുകയുള്ളൂ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ കൂടിയാണ് ഈ മുത്തോൾ നായ്ക്കുട്ടികളെക്കുറിച്ച് ഇന്ത്യയിലെ ഒരു 3/4 ജനങ്ങളെങ്കിലും അറിയുന്നത്. കർണാടക സർക്കാർ വരെ അറിഞ്ഞിട്ടുണ്ടാകും മുത്തോൾ നായയുടെ പ്രത്യേകത എന്താണെന്നുള്ളത്. ഇവിടെ നിന്ന് ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്ന ആ പേരെടുത്ത് പറഞ്ഞു. അപ്പോഴാണ് മാധ്യമങ്ങൾ അയ്യോ ദാക്ഷായണി വേലായുധൻ ആരാണിത്, എന്താണിത് എന്നുള്ളത് കൊടുക്കുക. അതായത് ഇപ്പൊ സാറ് പറഞ്ഞല്ലോ, നമ്മുടെ പ്രധാനമന്ത്രി നമ്മൾ പോലും ചിന്തിക്കാത്ത തലത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയും അവിടെ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മളുടെ ചിന്തയിലേക്ക് ഇത് കൊണ്ട് ഇട്ട് തരുന്നത് അദ്ദേഹമാണ് സത്യത്തിൽ. ഇപ്പൊ നമ്മൾ നോട്ടീസ് ചെയ്യാത്ത കാര്യങ്ങളിലേക്ക് അദ്ദേഹം നോട്ടീസ് ചെയ്ത് അത് നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവന്ന് ഇടുകയും അതിന് കൃത്യമായ ഒരു രീതിയുണ്ട്. രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായൊരു അജണ്ട ഉണ്ടാവും. അത് അദ്ദേഹം കൃത്യമായ രീതിയിൽ നടപ്പിലാക്കുക കൂടി ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇത് പണ്ട് ഇതിന് പാരലായിട്ടൊരു സംഭവം നടന്ന് പണ്ട് അമേരിക്കൻ പ്രസിഡന്റിന് കെന്നഡിയൊക്കെ പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് ഈ ഇതുപോലൊരു റേഡിയോ ടോക്ക് ഉണ്ടായിരുന്നു, വൺസ് ഇൻ എ മന്ത് ഓർ സംതിങ്. പക്ഷെ അത് ടെലിവിഷൻ്റെ ആവിർഭാവത്തോടുകൂടി പോപ്പുലറൈസ് ചെയ്തതോടുകൂടി അത് ആൾക്കാർക്ക് ശ്രദ്ധ തീർന്നു. പക്ഷേ അത് രണ്ടാമത് അതിനെ ഈ റേഡിയോയ്ക്ക് ഒരു ജീവൻ കിട്ടുന്നത് ഈ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തോടു കൂടിയാണ്. അദ്ദേഹം ആണെങ്കിൽ ഇത്തവണ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ മഹാമാഘത്തെക്കുറിച്ച് ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പലരും അതിനെ പൊളിറ്റിക്കലി അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. കാരണം ഇത്രയും വലിയൊരു സംഭവം കേരളത്തിൽ നടന്നിട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ അതിനെ ഒഴിവാക്കി. എന്നിട്ടും അത് വളരെ വൻ വിജയമായിട്ട് മാറി. അതൊരു റെഗുലർ ഈവൻ്റായിട്ട് സ്ഥിരം സംഭവമായിട്ട് മാറ്റണം എന്നാണ് ആൾക്കാർ ആവശ്യപ്പെടുന്നത് മുഴുവനും. ആരെങ്കിലും അതിൻ്റെ അകത്ത് പൊളിറ്റിക്സ് കാണുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിവരക്കേടാണ്. നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ. അതേസമയം വാർത്താ ബുള്ളറ്റിനുകളിലോ പത്രത്താളുകളിലോ പ്രവേശനം ലഭിക്കാത്ത പല വാർത്തകളും ബ്ലോ അപ്പ് ചെയ്ത് വൻകിട വാർത്തയായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിൽ വിളമ്പാറുണ്ട്. പുറത്ത് എന്താ പറയാൻ നമുക്കതിന് ലജ്ജ തോന്നും. ഇതിനകത്തുള്ള ഇമ്പോർട്ടൻസ് എന്താണ് എന്ന്. ഇപ്പോൾ ഒരു വാർത്ത വായിക്കുമ്പോഴും പ്രജിത ഒരു പത്രം വായിക്കുക അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുക, അത് വായിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് ബി റിച്ചർ ബൈ നോളജ്. അത്രയും അറിവ് സമ്പാദിക്കണം. അത് വായിച്ചത് കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്ന അപ്പോഴാണ്. ഇത് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ അല്ല. അതിനിപ്പോൾ ഒരു സിനിമാ നടൻ ഇന്ന കാറ് മേടിച്ചു, 5 കോടി രൂപയുടെ കാറ് മേടിച്ചു, അതല്ലെങ്കിൽ സിനിമാ നടി ഒരു കുതിരേനെ മേടിച്ചു, ഇതൊരു വാർത്തയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ഇനിയിപ്പം ഞാനൊക്കെ പഴയ തലമുറയിലെ ആൾക്കാരായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ തോന്നുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി പറയുന്ന ഓരോ കാര്യങ്ങളും സത്യത്തിൽ രാജ്യവുമായി ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. അതായത് സ്വദേശീവൽക്കരണം എന്നുള്ളത് അവരുടെ അജണ്ടയാണ്. അതിൽ തെറ്റു പറയാനുമില്ല. നമ്മളെന്നും മറ്റുള്ളവരുടെ കടാക്ഷത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴെല്ലാം അദ്ദേഹത്തിനെതിരെ നേരെ തിരിച്ചാണ് പറയുക. ഇതെല്ലാം പൊളിറ്റിക്കലി അല്ലെങ്കിൽ എല്ലാത്തിനെയും ഒരു ഹിന്ദുത്വയിലേക്ക് ചേർക്കുന്ന ഒരു
രീതി കാണുന്നുണ്ട്. അല്ലെങ്കിൽ BJP വൽക്കരണം, അങ്ങനെയാണ് ഒരു വൽക്കരണം ചേർത്ത ഇപ്പൊ പുതിയ വാക്കായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു രീതിയിലേക്കാണ്. എന്നാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് ആരും പറഞ്ഞു. അതേസമയം വിഡ്ഢിത്തരം വിളമ്പുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഘോരഘോരം ഇവർ കൊടുക്കുകയും ചെയ്യും. പ്രജിത, ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രധാനമന്ത്രി സാധാരണ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഡ്രസ്സുണ്ട്, പാർലമെൻറ്റിലാണെങ്കിലും പിന്നെ ഔദ്യോഗിക ചടങ്ങുകളിലാണെങ്കിലും സാധാരണഗതിയിൽ പൈജാമ, കുർത്ത പൈജാമ ഇട്ടിട്ട് അതിൻ്റെ പുറത്തൊരു ഹാഫ് സ്ലീവ് മറ്റേ കോട്ട് ഇട്ടിട്ട് വരിക. ആ കോട്ടിൻ്റെ പേരിപ്പോൾ ആൾക്കാർ അറിയപ്പെടുന്നത് മോദി കോട്ട് എന്നാണ്. ഈ നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കുന്ന അതേ ആങ്കർ പേഴ്സൺസ്, ടെലിവിഷൻ ചാനലിലെ ആങ്കർ പേഴ്സൺസും വാർത്താ വായനക്കാർ, റിപ്പോർട്ടർമാരും ഒക്കെ ഇപ്പോൾ മോദി കോട്ട് ധരിച്ചിട്ടാണ് അവരുടെ ചാനലിൽ വരണം മുഴുവൻ. അത്രയെങ്കിലും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളൊരു വലിയ കാര്യമല്ലേ. ഇപ്പോൾ ഇന്ത്യയുടെ ഔദ്യോഗിക ഡ്രസ്സാണത് ശരിക്കും പറഞ്ഞാൽ, ഈ സൂട്ടും കോട്ടും ഒന്നുമല്ല. അദ്ദേഹത്തെ അപമാനിക്കാൻ കിട്ടുന്ന ചാൻസ് പണ്ട് തൊട്ടേ വിടാറില്ല. പണ്ട് പറയില്ലേ, 15 ലക്ഷം രൂപയുടെ കോട്ടാണ് അദ്ദേഹം ഒബാമ വന്നപ്പോൾ. എന്തായിരുന്നു അതിൻ്റെ സത്യം? നരേന്ദ്രമോദിയുടെ ഒരു സുഹൃത്ത്, ഗുജറാത്തി സുഹൃത്ത്, അദ്ദേഹത്തിന് ആ സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ധരിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി വരുമ്പോൾ ധരിക്കാൻ വേണ്ടിയിട്ട് തയ്ച്ചു കൊടുത്ത, മേടിച്ചു കൊണ്ടുവന്ന് കൊടുത്ത കോട്ടാണത്. 5000 രൂപ എൻ്റെ വില. അത് ജനങ്ങൾ അറിയണത് എപ്പോഴാണ്? പ്രധാനമന്ത്രിയുടെ ഒരു ദോഷ ഖാൻ എന്നിട്ട് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അദ്ദേഹത്തിന് കിട്ടുന്ന സമ്മാനമൊക്കെ അദ്ദേഹം ലേലം ചെയ്ത് വിൽക്കുകയോ അതല്ലെങ്കിൽ ഇതിനകത്തേക്ക് കൊടുക്കുകയോ ചെയ്യും. അപ്പോൾ ഈ കോട്ട് ലേലം വിളിച്ച് വിറ്റത് 5000 രൂപയ്ക്ക് കൊടുത്തിട്ടാണ് ആ പൈസ കേന്ദ്ര ഫണ്ടിലേക്ക്, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്ക് മാറ്റുകയും ചെയ്തത്. അപ്പോഴാണ് അറിയണത്. പക്ഷെ ഇന്നും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് എന്താ? 15 ലക്ഷം രൂപയുടെ കോട്ട് ഇട്ടിട്ടാണ്. 30,000 രൂപയുടെ കൂൺ കറിയാണ് അദ്ദേഹം ഒരു നേരം കഴിക്കണമെന്ന്. ആ മനുഷ്യൻ ഭക്ഷണം കഴിക്കണ 2 ചപ്പാത്തിയും ദാൽ ഫ്രൈയും അങ്ങോട്ട് ചേർത്തിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ പറയണവർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. ഇവരാരെങ്കിലും ഇതിനു മുമ്പ് മറ്റേ ഗാന്ധി നെഹ്റു കുടുംബത്തിലെ ആൾക്കാർ ഭക്ഷണം കഴിക്കണതിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ദേ വിൽ നെവർ റൈറ്റ്. അവർ എഴുതൂല, പേടിയാണ് എഴുതാനായിട്ട്. ആരെങ്കിലും വെറുതെ തല്ലി ഒടിച്ചു കളയും, അതുകൊണ്ട് എഴുതില്ല. ഇദ്ദേഹം പക്ഷെ പറഞ്ഞോട്ടെ. ഇപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഈ അങ്ങയുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്നാണ്. ഞാനിപ്പോഴും ഓർക്കും. അത് രാവിലെ 1 കിലോ ചീത്ത വിളിക്കും ഇവരെന്നെ. അപ്പോൾ അത് ഞാൻ കഴിക്കും, ഭക്ഷണം മുഴുവൻ കഴിക്കും. ഉച്ചയ്ക്ക് ഇതുപോലെ 3 കിലോ ചീത്ത വിളിക്കും, ആ 3 കിലോ ഞാൻ കഴിക്കും. രാത്രി 2 കിലോ ചീത്ത വിളിക്കും, അതും കഴിക്കും, അത് കിടന്നുറങ്ങും. അത്ര തന്നെ. അതാണ് എൻ്റെ ആരോഗ്യ രഹസ്യം. ആ രീതിയിലേ ഉള്ളൂ. ഇപ്പം നമ്മൾ പറയും ലെറ്റ് ദ ഡോഗ്സ് ബാർക്ക്, ദ കാരവൻ വിൽ മൂവ് ഫോർവേഡ്. അതാണ് നരേന്ദ്രമോദിയുടെ പോളിസി. അതാണ്. അദ്ദേഹത്തിൽ നിന്ന് വളരെയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക്. നമ്മളെ ആരെന്ത് ചീത്ത പറഞ്ഞാലും നമ്മൾ തിരിച്ച് ഒന്നും പറയാതിരിക്കുക, ശ്രദ്ധിക്കാതിരിക്കുക. ദാറ്റ്സ് ഓൾ. അതാണ് അദ്ദേഹം ചെയ്ത് കഴിഞ്ഞ 10-11 വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തിൽ കണ്ടിട്ടുള്ള ഏക കാര്യം അതാണ്. വളരെ എന്താ പറയുക, ഈ മൻ കി ബാത്ത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു സമഗ്രമായൊരു വോള്യം, ഒരു പുസ്തകമാക്കേണ്ടതാണ്. ഈ അന്താരാഷ്ട്ര ഈ ഹാർവാർഡ് ബിസിനസ് സ്കൂളിലും ഇവർക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റൊക്കെ പഠിപ്പിക്കാവുന്ന, പഠന വിഷയമാക്കേണ്ട ഓരോ കാര്യമാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് മുഴുവനും. ആരും പ്രധാന വിഷയമാണെന്ന് കരുതാത്തത്, അത് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ മാത്രമേ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം അദ്ദേഹം അതിനകത്ത് രാഷ്ട്രീയ പകപോക്കലിനോ അതല്ലെങ്കിൽ ആരെയും വിമർശിക്കാനോ ഒന്നും ആ പരിപാടി ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെതിരെ നടന്ന സമരം, കോപ്രായം, ആരും പറഞ്ഞു. കോൺഗ്രസിനകത്ത് തന്നെ ആൾക്കാർ പറയുന്നുണ്ട് ഇത് ശുദ്ധ അസംബന്ധമാണ് അവർ കാട്ടിക്കൂട്ടിയത്.